നെയ്യാറ്റിൻകരയിലെ ദുരൂഹ സമാധിയിൽ മരണ സർട്ടിഫിക്കറ്റ് എവിടെയെന്ന് ഹൈക്കോടതി. ഗോപൻ സ്വാമി എങ്ങനെ മരിച്ചെന്ന് കുടുംബം വിശദീകരിക്കണം. അന്വേഷണത്തിന്റെ ഭാഗമായി സമാധി പൊളിക്കാമെന്നും കോടതിയെ മാനിക്കുന്നുവെന്ന് ഗോപൻ സ്വാമിയുടെ മകൻ സനന്ദൻ. നിയമ നടപടിയെ എതിർക്കില്ലെന്ന് ഹിന്ദു ഐക്യവേദിയും നേരത്തെ വ്യക്തമാക്കിയിരുന്നു. രേഷ്മ ബാബു ചേരുകയാണ് സമഗ്ര വിവരങ്ങളുമായി. രേഷ്മ, എന്തിനാണ് ഭയം ഇക്കാര്യത്തിൽ എന്നാണ് കോടതി ഗോപൻ സ്വാമിയുടെ കുടുംബത്തോട് ചോദിച്ചത്? മറ്റു വിവരങ്ങൾ. ഈ ഗോപൻ സ്വാമിയുടെ സമാധിയുമായി ബന്ധപ്പെട്ട് RDOയുടെ ഉത്തരവ് റദ്ദാക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് കുടുംബം ഹൈക്കോടതിയിൽ ഹർജി ഫയൽ ചെയ്തത്. ഇന്ന് അടിയന്തരമായിട്ട് തന്നെ ഹർജി ഹൈക്കോടതിയുടെ മുൻപിൽ എത്തിക്കുകയും ചെയ്തു. ജസ്റ്റിസ് CS ഡയസിന്റെ ബെഞ്ച് ഈ ഹർജി പരിഗണിച്ചുകൊണ്ട് നിരവധി ചോദ്യങ്ങൾ ചോദിക്കുകയും ചെയ്തിട്ടുണ്ട്. പ്രധാനമായിട്ടും ഈ RDOയുടെ ഉത്തരവ് റദ്ദാക്കണമെന്നും അടിയന്തരമായിട്ട് ഇത് സ്റ്റേ ചെയ്യണമെന്നുമുള്ള ഒരു ആവശ്യമായിരുന്നു കുടുംബം ഹൈക്കോടതിയിൽ മുന്നോട്ട് വെച്ചത്. പക്ഷേ ആ ആവശ്യം സിംഗിൾ ബെഞ്ച് അംഗീകരിച്ചില്ല. ഒപ്പം തന്നെ മരണം സാക്ഷ്യപ്പെടുത്തിയ സർട്ടിഫിക്കറ്റ് അല്ലെങ്കിൽ മരണം അംഗീകരിച്ച സാക്ഷ്യപത്രം എവിടെ എന്നുള്ള ഒരു ചോദ്യമായിരുന്നു ആദ്യം തന്നെ ഹർജിക്കാരോട് ഹൈക്കോടതി ഉന്നയിച്ചത്. സാക്ഷ്യപത്രം ഇല്ല എങ്കിൽ, അതായത് മരണം അംഗീകരിച്ച സാക്ഷ്യപത്രം ഇല്ലെങ്കിൽ അത് അസ്വാഭാവിക മരണമായിട്ട് കാണേണ്ടി വരുമെന്നായിരുന്നു ജസ്റ്റിസ് CS ഡയസിന്റെ നിലപാട്. മരണ സർട്ടിഫിക്കറ്റ് ഹാജരാക്കി കഴിഞ്ഞാൽ നിങ്ങളുടെ വാദഗതികൾ പരിഗണിക്കാമെന്നും ഹർജിക്കാരോട് ഹൈക്കോടതി എടുത്തു പറയുകയും ചെയ്തിട്ടുണ്ട്. ഈ കല്ലറ തുറക്കുന്നത്, അതായത് ഈ സമാധി ഇരുത്തി എന്ന് പറയപ്പെടുന്ന കല്ലറ തുറക്കുന്നത് അന്വേഷണത്തിന്റെ ഭാഗമായിട്ടാണ്. FIR രജിസ്റ്റർ ചെയ്യാനും ഈ കല്ലറ തുറക്കുവാനും പോലീസിന് എല്ലാവിധ അധികാരവുമുണ്ട്. സ്വാഭാവിക മരണമാണോ സംഭവിച്ചത്, അതല്ലെങ്കിൽ അസ്വാഭാവിക മരണമാണോ എന്നുള്ള കാര്യത്തിൽ ഒരു തിരിച്ചറിവ് ഉണ്ടാകണം. അത് തിരിച്ചറിയണമെന്നും ഹൈക്കോടതി പറയുകയും ചെയ്തു. അതുകൊണ്ട് തന്നെ അന്വേഷണത്തിൽ യാതൊരു വിധത്തിലും ഇടപെടില്ല എന്നും ഹൈക്കോടതി നിലപാടെടുത്തു. എന്തായാലും നിലവിൽ എങ്ങനെ മരിച്ചു എന്ന് പറയാനായിട്ട് കുടുംബത്തോട് ഹൈക്കോടതി ചോദ്യം ഉന്നയിക്കുകയും ചെയ്തിരുന്നു. ഒപ്പം തന്നെ ഈ മരണം എവിടെയാണ് അംഗീകരിച്ചത്, അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ടുള്ള സാക്ഷ്യപത്രം ഹാജരാക്കാൻ സാധിക്കുമോ എന്നുള്ളൊരു ചോദ്യവും ഹൈക്കോടതിയുടെ ഭാഗത്തു നിന്നുമുണ്ടായി. എന്തിനാണ് പേടിക്കുന്നത് എന്നുള്ളതും ഹൈക്കോടതി ആരായുകയും ചെയ്തു. അതായത് കുടുംബത്തോട് എന്തായാലും ഈ അന്വേഷണം മുന്നോട്ട് പോകട്ടെ എന്നുള്ളതാണ് ഹൈക്കോടതി നിലവിൽ സ്വീകരിച്ചിട്ടുള്ള നിലപാട്. അതിന്റെ അടിസ്ഥാനത്തിൽ ഈ കല്ലറ തുറക്കുന്നതുമായി ബന്ധപ്പെട്ട് RDO ഇറക്കിയ ഉത്തരവ് സ്റ്റേ ചെയ്യണമെന്ന കുടുംബത്തിന്റെ ആവശ്യം ഹൈക്കോടതി അംഗീകരിച്ചില്ല. ഹർജിയിൽ ജില്ലാ കളക്ടർക്ക് പ്രത്യേക ദൂതൻ മുഖേന നോട്ടീസ് അയക്കാൻ ഹൈക്കോടതി നിർദ്ദേശം നൽകി അടുത്ത ആഴ്ചത്തേക്ക് മാറ്റുകയും ചെയ്തിട്ടുണ്ട്. എന്തായാലും സ്റ്റേ ആവശ്യം ഹൈക്കോടതി തള്ളുകയാണ് ഉണ്ടായത്. അതോടൊപ്പം തന്നെ ഈ മരണവുമായി ബന്ധപ്പെട്ട് നിലനിൽക്കുന്ന സംശയം അത് ദൂരീകരിക്കപ്പെടണമെന്നുള്ള നിലപാടും കോടതി സ്വീകരിച്ചു. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഈ FIR രജിസ്റ്റർ ചെയ്യാനും അതുമായി ബന്ധപ്പെട്ടുള്ള അന്വേഷണമായിട്ട് മുന്നോട്ട് പോകാൻ പോലീസിന് അധികാരമുണ്ടെന്ന് ഹൈക്കോടതി വിലയിരുത്തി. അതുമാത്രമല്ല, ഒരു മനുഷ്യൻ കാണാതായി കഴിഞ്ഞാൽ അതുമായി ബന്ധപ്പെട്ട് കേസ് രജിസ്റ്റർ ചെയ്തുകൊണ്ടുള്ള അന്വേഷണത്തിലേക്ക് കടക്കാൻ ഏജൻസിക്ക് അധികാരമുണ്ട് എന്നുള്ള വിലയിരുത്തലും ഹൈക്കോടതി പരാമർശമെന്നുള്ള രീതിയിൽ നടത്തുകയും ചെയ്തിട്ടുണ്ട്. എന്തായാലും ഗോപൻ സ്വാമിയുടെ കല്ലറ പൊളിക്കുന്നതുമായി ബന്ധപ്പെട്ട് കുടുംബം ഹൈക്കോടതിയിൽ സമർപ്പിച്ച ഹർജിയിൽ ഇപ്പോൾ നിലവിൽ സിംഗിൾ ബെഞ്ച് ജില്ലാ കളക്ടർക്ക് അടക്കം നോട്ടീസ് അയച്ചിരിക്കുകയാണ്. ഹർജി വിശദമായിട്ട് അടുത്ത ആഴ്ച പരിഗണിക്കും. RDOയുടെ ഉത്തരവ്, അതായത് ഈ സമാധി ഇരുത്തപ്പെട്ടു എന്ന് പറയപ്പെടുന്ന കല്ലറ പൊളിക്കണമെന്ന RDOയുടെ ഉത്തരവ് സ്റ്റേ ചെയ്യാനായിട്ട് ഹൈക്കോടതി വിമുഖത കാണിക്കുകയാണ് ഉണ്ടായത്. എന്തായാലും അന്വേഷണമായിട്ട് എല്ലാ വിധത്തിലും ജില്ലാ ഭരണകൂടത്തിന് മുന്നോട്ട് പോകാമെന്നും ഹൈക്കോടതി തീരുമാനമെടുത്തിരിക്കുകയാണ്. അതായത് ഒരു മനുഷ്യനെ കാണാതായാൽ അത് അന്വേഷിക്കാൻ ഏജൻസികൾക്ക് അവകാശമുണ്ടെന്ന് കോടതി പറയുകയാണ്. അതായത് പോലീസിന് ഇനി ഈ അന്വേഷണവുമായി മുന്നോട്ട് പോകാം. ആ മരണത്തിലെ സത്യം കണ്ടെത്താൻ പോലീസിന് ഏതറ്റം വരെയും പോകാം എന്നുള്ള വളരെ കൃത്യമായ സന്ദേശമാണ് ഹൈക്കോടതി നൽകുന്നത്. ഇതിനോട് ആ കുടുംബത്തിനൊരു പ്രതികരണം എന്തായിരുന്നു? കോടതി വിധിയെ അല്ലെങ്കിൽ കോടതിയുടെ നിലപാടിനെ മാനിക്കുന്നു എന്നുള്ള ഒരു നിലപാട് തന്നെയാണ് നിലവിൽ കുടുംബം മുന്നോട്ട് വെച്ചിട്ടുള്ളത്. അത് സംബന്ധിച്ചുള്ള പ്രതികരണം തിരുവനന്തപുരത്ത് മാധ്യമങ്ങൾക്ക് മുന്നിൽ ഈ പറയുന്ന ഗോപൻ സ്വാമിയുടെ മകൻ സനന്ദൻ നടത്തുകയും ചെയ്തിട്ടുണ്ട്. എന്തായാലും നീലിമ, ആത്യന്തികമായിട്ട് ഹൈക്കോടതി സ്വീകരിച്ച നിലപാട് എന്ന് പറയുന്നത് ഈ മരണവുമായി ബന്ധപ്പെട്ട് സാക്ഷ്യപ്പെടുത്തലുകൾ, അതായത് നിയമാനുസൃതമായിട്ട് ഈ മരണം സാക്ഷ്യപ്പെടുത്തിയിട്ടുണ്ടോ എന്നുള്ളതാണ്. അത് സംബന്ധിച്ചുള്ള സർട്ടിഫിക്കറ്റ് വേണം.
അത് കൃത്യമായിട്ടും നിയമാനുസൃതമായിരിക്കണമെന്നും ഹൈക്കോടതി പറയുകയും ചെയ്തിട്ടുണ്ട്. ഇതിലൊരു അസ്വാഭാവികത അല്ലെങ്കിൽ സംശയമോ നിലനിൽക്കുന്നുണ്ടെങ്കിൽ ബന്ധപ്പെട്ട ഏജൻസിക്ക്, അത് ഏത് തന്നെ ആയാലും ആ ഏജൻസിക്ക് അന്വേഷണം നടത്താനുള്ള എല്ലാവിധ അധികാരവും അവകാശവും ഉണ്ട്. അതുമായി ബന്ധപ്പെട്ടാണ് ഇപ്പോൾ നിലവിൽ പോലീസിന്റെ അന്വേഷണം പുരോഗമിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഘട്ടത്തിലെന്നല്ല ഒരു ഘട്ടത്തിലും അന്വേഷണത്തെ സ്വാധീനിക്കുവാനോ അല്ലെങ്കിൽ അന്വേഷണവുമായി ഇടപെടാനോ ഹൈക്കോടതിക്ക് സാധിക്കില്ല എന്നും കോടതി നിലപാടെടുത്തിട്ടുണ്ട്. എന്തായാലും ഇപ്പോൾ നിലവിൽ ഗോപൻ സ്വാമി മിസ്സിംഗ് എന്നുള്ള രീതിയിലാണ് വിലയിരുത്തപ്പെടുന്നത്. അതായത് കാണാതായി എന്ന് പറയുന്നത് പോലെ. അപ്പോൾ ഒരു മനുഷ്യൻ കാണാതായി കഴിഞ്ഞാൽ ഏജൻസിക്ക് അന്വേഷണവുമായിട്ട് മുന്നോട്ട് പോകാൻ അത് തന്നെയാണ് നിലവിൽ പോലീസ് നടത്തുന്നത്. അതുകൊണ്ട് തന്നെ എഫ്ഐആർ രജിസ്റ്റർ ചെയ്തുകൊണ്ട് പോലീസിന്റെ അന്വേഷണം മുന്നോട്ട് പോകുന്നതിൽ യാതൊരു എതിർപ്പും ഹൈക്കോടതി സ്വീകരിച്ചില്ല. ഒപ്പം തന്നെ അന്വേഷണം നടക്കട്ടെ, കല്ലറ പൊളിക്കുന്നത് അതായത് നിലവിൽ സമാധി ഇരുത്തപ്പെട്ടു എന്ന് പറയപ്പെടുന്ന കല്ലറ പൊളിക്കുന്നത് അത് ഈ അന്വേഷണത്തിന്റെ ഭാഗം തന്നെയാണ്. അത് ആ കല്ലറ പൊളിച്ചുകൊണ്ട് മാത്രമേ ഈ സംശയം ദൂരീകരിക്കാനും സാധിക്കൂ. സ്വാഭാവികമായിട്ടാണോ മരണം സംഭവിച്ചത് അല്ലെങ്കിൽ അസ്വാഭാവികത എന്തെങ്കിലും ഉണ്ടോ, ഇതടക്കമുള്ള കാര്യങ്ങളിൽ വ്യക്തത വേണമെന്നും ഹൈക്കോടതി നിലപാടെടുത്തു. എന്തായാലും ആർഡിഒയുടെ ഉത്തരവുമായിട്ട് മുന്നോട്ട് പോകാൻ സാധിക്കും. അതിന് യാതൊരു വിധത്തിലും തടസ്സം ഹൈക്കോടതിയുടെ ഭാഗത്തുനിന്നും ഉണ്ടായിട്ടില്ല. സ്റ്റേ വേണമെന്നുള്ള കുടുംബത്തിന്റെ ആവശ്യം ഹൈക്കോടതി സിംഗിൾ ബെഞ്ച് നിരാകരിക്കുകയായിരുന്നു. നീലിമ. ശരി, രേഷ്മയാണ് കോടതിയിൽ നിന്നും വളരെ സുപ്രധാനമായ വാർത്ത പങ്കുവച്ചത്. ഇപ്പോൾ പ്രശാന്ത് ശങ്കരമംഗലത്ത് കൂടി ചേരുകയാണ്. പ്രശാന്ത്, ഹിന്ദു ഐക്യവേദി നേരത്തെ തന്നെ കൃത്യമായി നിലപാട് മുന്നോട്ട് വെച്ചു. അതായത് സമാധി എന്ന് പറയുന്നത് ഒരു സനാതന ധർമ്മവുമായി ബന്ധപ്പെട്ട കാര്യമാണ്. അതിനെ അപഹസിക്കുന്നതിനെതിരെയാണ് ഹിന്ദു ഐക്യവേദി നിലപാടെടുത്തത്. ഒപ്പം തന്നെ ഈ മരണവുമായി ബന്ധപ്പെട്ട് ഏതെങ്കിലും അന്വേഷണം നടക്കുന്നുണ്ടെങ്കിൽ അത് കൃത്യമായി അന്വേഷണം നടക്കട്ടെ, അതിനെ പിന്തുണയ്ക്കുന്നുവെന്നാണ് ഹിന്ദു ഐക്യവേദി വ്യക്തമാക്കുന്നത്. വിവരങ്ങൾ. തീർച്ചയായും നീലിമ സൂചിപ്പിച്ചതുപോലെ തന്നെയാണ് ഹിന്ദു ഐക്യവേദിയുടെ ഒരു നിലപാട്. പല സ്ഥലങ്ങളിൽ നിന്ന് ഹിന്ദു ഐക്യവേദിയുടേതായിട്ടുള്ള പരാമർശങ്ങൾ വന്നിരുന്നു. അതെല്ലാം തെറ്റിദ്ധാരണാജനകമായ പരാമർശങ്ങളാണെന്ന് ഹിന്ദു ഐക്യവേദി നേരത്തെ തന്നെ പറയുകയും ചെയ്തു. അതുകൊണ്ട് തന്നെ തങ്ങളുടെ നിലപാട് വ്യക്തമാക്കി കഴിഞ്ഞിരിക്കുകയാണ്. ഈ വിഷയത്തിൽ സർക്കാർ എന്ത് നിലപാട്, അതായത് അന്വേഷണ സംഘവും അതുപോലെ തന്നെ ജില്ലാ ഭരണകൂടവും പോലീസും അടക്കമുള്ളവർ എന്ത് നിലപാട് സ്വീകരിക്കുന്നുവോ ആ നിലപാടിനൊപ്പം തന്നെയായിരിക്കും തങ്ങളുടെ നിലപാടും. കേസിൽ വ്യക്തത വരേണ്ടിയിരിക്കുന്നു. തിരോധനവുമായി ബന്ധപ്പെട്ടുള്ള അടക്കമുള്ള കാര്യങ്ങൾ നിൽക്കുന്നു. അതുകൊണ്ട് തന്നെ അതിൽ വ്യക്തത വരേണ്ടിയിരിക്കുന്നു. അതുകൊണ്ട് അതിൽ ഒപ്പം നിയമത്തിനൊപ്പം നിന്നുകൊണ്ടല്ലാതെ തങ്ങൾക്കെതിൽ യാതൊന്നും ഇല്ല എന്ന് ഹിന്ദു ഐക്യവേദി പറയുകയും ചെയ്തു. അതോടൊപ്പം തന്നെ മറ്റൊരു കാര്യം ഹിന്ദു ഐക്യവേദി എടുത്തു പറഞ്ഞത് ഈ സമാധിയുമായി ബന്ധപ്പെട്ട്, അതായത് ഈ ഗോപൻ സ്വാമി എന്ന് പറയുന്ന ആൾ സമാധിയായി എന്ന് ആയി എന്നത് പിന്നീട് പരിഹാസവുമായി ഒരുപറ്റം ആളുകൾ രംഗത്ത് വരുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. സമാധിയെ കളിയാക്കിക്കൊണ്ടും സമാധി എന്ന സമ്പ്രദായത്തെയും അതോടൊപ്പം തന്നെ ഹിന്ദു ധർമ്മത്തെയും എല്ലാം അവഹേളിക്കുന്ന രീതിയിൽ ഒരു ഈ തീവ്ര ഇസ്ലാമിക സംഘടനകൾ, അതായത് SDP അടക്കമുള്ള തീവ്രവാദ സ്വഭാവത്തിലുള്ള സംഘടനകളുടെ ഭാഗത്തു നിന്നും അത്തരത്തിലുള്ള പരാമർശങ്ങൾ ഉണ്ടാകുന്നുണ്ടായിരുന്നു. ഇതിനെതിരെയാണ് ഹിന്ദു ഐക്യവേദി ഒരു നിലപാട് വ്യക്തമാക്കിയത്. അതായത് ഇത് ഹിന്ദുക്കൾ, ഹൈന്ദവ ജനത പരമപാവനമായി കാണുന്ന സമാധി എന്ന സമ്പ്രദായത്തെ ഇതിനോട് ചേർത്തുകൊണ്ട് ഈ ഗോപൻ സ്വാമി എന്ന് പറയുന്ന ആളുടെ സമാധിയുമായി ചേർത്ത് പിടിച്ചുകൊണ്ട് വക്രീകരിച്ചുകൊണ്ട് കളിയാക്കുന്ന ഒരു രീതി ഉണ്ടായിരുന്നു. ആ സമീപനത്തെ ചോദ്യം ചെയ്തുകൊണ്ട് മാത്രമാണ് ഹിന്ദു ഐക്യവേദി അഭിപ്രായം പറഞ്ഞത്. അല്ലാതെ കേസിലെ നിയമപരമായ കാര്യങ്ങൾക്കോ അല്ലെങ്കിൽ കേസിലെ ഈ പ്രതിസ്ഥാനത്ത് നിൽക്കുന്ന ആളുകൾക്ക് സഹായം ചെയ്യുന്നവരോ ഒന്നും ഒരു തരത്തിലുള്ള സമീപനങ്ങളും ഹിന്ദു ഐക്യവേദിയുടെ ഭാഗത്ത് ഉണ്ടായില്ല എന്നും ഹിന്ദു ഐക്യവേദിയുടെ സംസ്ഥാന സെക്രട്ടറിയായ സന്ദീപ് തമ്പാനൂർ ജനം ടിവിയോട് പറയുകയുണ്ടായി. നീലിമ. പ്രശാന്ത്, ഇപ്പോൾ ഹൈക്കോടതിയിൽ നിന്നും വളരെ കൃത്യമായി ഇക്കാര്യത്തിൽ ഒരു ഇടപെടൽ ഉണ്ടായിരിക്കുകയാണ്. കല്ലറ തുറക്കുന്നത് അന്വേഷണത്തിന്റെ ഭാഗമാണെന്ന് ഹൈക്കോടതി പറയുന്നു. FIR രജിസ്റ്റർ ചെയ്യാനും കല്ലറ തുറക്കാനും പോലീസിന് അധികാരമുണ്ട്. സ്വാഭാവിക മരണമാണോ അസ്വാഭാവിക മരണമാണോ എന്ന് തിരിച്ചറിയണമെന്ന് വളരെ കൃത്യമായി കോടതി പറഞ്ഞിട്ടുണ്ട്. അതായത് ഇപ്പോൾ നിലവിലുള്ള ഒരു കോടതിയുടെ അനുമതിക്ക് വേണ്ടിയാകണം ഒരുപക്ഷെ പോലീസെല്ലാം കാത്തുനിന്നിരുന്നത്. അതുകൊണ്ട് തന്നെ പോലീസിന് ഇക്കാര്യം വളരെ കൃത്യമായി അന്വേഷിക്കാനുള്ള എല്ലാ തടസ്സങ്ങളും നീങ്ങുകയല്ലേ? തീർച്ചയായും കോടതിയുടെ ഭാഗത്തുള്ളൊരു സമീപനം കൂടി വന്നു, അല്ലെങ്കിൽ ഒരു കോടതിയുടെ ഭാഗത്തു നിന്നുള്ള വാക്കാൽ ഒരു പരാമർശം കൂടി വന്നതോടുകൂടി ഈ നിയമപരമായിട്ടുള്ള മറ്റു പ്രശ്നങ്ങളെല്ലാം നീങ്ങിയെന്ന് വേണം നമുക്ക് മനസ്സിലാക്കാൻ. ജില്ലാ ഭരണകൂടത്തിനും അതുപോലെ തന്നെ അന്വേഷണ സംഘത്തിനുമെല്ലാം ഈ കല്ലറ തുറന്ന് പരിശോധിക്കുന്നതിനായിട്ടുള്ള നിയമപരമായിട്ടുള്ള തടസ്സങ്ങളെല്ലാം നീങ്ങിക്കഴിഞ്ഞിരിക്കുന്നു എന്ന് തന്നെയാണ് ഇപ്പോൾ മനസ്സിലാക്കിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഉടൻ തന്നെ അതുമായി ബന്ധപ്പെട്ട കല്ലറ തുറന്ന് പരിശോധിക്കുകയും ഈ ഭൗതിക ശരീരം അത് പോസ്റ്റ്മോർട്ടം ചെയ്തുകൊണ്ടുള്ള മറ്റ് അന്വേഷണത്തിനും അതുപോലെ തന്നെ ഫോറൻസിക് വിദഗ്ധരടക്കം നേരത്തെ സംഭവ സ്ഥലത്ത് എത്തിയിരുന്നു. അപ്പം അതുമായി ബന്ധപ്പെട്ടുള്ള
ബാക്കിയുള്ള നിയമ നടപടിക്രമങ്ങളിലേക്കെല്ലാം പോലീസിനും അന്വേഷണ സംഘത്തിനും അതോടൊപ്പം തന്നെ ജില്ലാ ഭരണകൂടത്തിനും പോകാനാകും. നേരത്തെ വലിയ രീതിയിലുള്ള ഒരു പ്രതിഷേധം ഈ സ്ഥലത്തുണ്ടായിരുന്നു. ഈ ഗോപൻ സ്വാമി എന്ന് പറയുന്ന ആളുടെ മക്കളും അതുപോലെ തന്നെ ഭാര്യയും അടക്കം അവിടേക്ക് എത്തുകയും ഈ സമാധി കല്ലറ കൂട്ടി അടക്കിയിരിക്കുന്ന സമാധി എന്ന് പറയുന്ന സ്ഥലത്തെത്തുകയും അവിടെ പ്രതിഷേധമുണ്ടാക്കുന്ന സാഹചര്യമൊക്കെ ഉണ്ടായിരുന്നു. അതോടൊപ്പം മറ്റ് പ്രദേശവാസികളും ചേരിതിരിഞ്ഞ് മറ്റൊരു പ്രതിഷേധം അവിടെ ഉണ്ടാക്കുകയൊക്കെ ചെയ്തിരുന്നു. അങ്ങനെയാണ് ഇത് പിന്നീട് നീണ്ടുപോകുന്ന രീതിയിലേക്ക്, അതായത് കല്ലറ ഈ സമാധി എന്ന് പറയുന്ന ആ സിമന്റ് കോൺക്രീറ്റ് ഇട്ട സ്ഥലം തുറക്കാൻ കഴിയാത്ത രീതിയിലേക്ക് ഉള്ളൊരു സാഹചര്യം ഉണ്ടായത്. അതിനുശേഷമാണ് പിന്നീട് കുടുംബം ഹൈക്കോടതിയെ സമീപിക്കുകയൊക്കെ ചെയ്തിരുന്നു. എന്തായാലും വിഷയത്തിൽ കോടതിയുടെ ഒരു ഇടപെടൽ കൂടി വന്നിരിക്കുകയാണ്. ഹൈക്കോടതി ഇതിൽ കൃത്യമായൊരു വിശദീകരണം നൽകുകയും ചെയ്തിരിക്കുന്നു. ഇതിൽ കല്ലറ തുറക്കുന്നതുമായി ബന്ധപ്പെട്ട കേസിൽ ഇടപെടാൻ കഴിയില്ല, നിയമത്തിന്റെ വഴിക്ക് പോകണം, ഇതിൽ ഒരു വ്യക്തത വരണമെന്ന് അടക്കമുള്ള കാര്യങ്ങൾ കോടതിയും പറഞ്ഞതോടുകൂടി ഇതിന്റെ നിയമപ്രശ്നങ്ങളെല്ലാം നീങ്ങിയെന്ന് വേണം മനസ്സിലാക്കാൻ. ഇനി ഉടൻ തന്നെ ഈ ജില്ലാ ഭരണകൂടത്തിന് ഇത് തുറന്നു പരിശോധിച്ചുകൊണ്ടുള്ളൊരു രണ്ടാം ഘട്ടം എന്ന നിലയിൽ, അല്ലെങ്കിൽ ഇതിൽ കേസിൽ എന്താണ് സംഭവിച്ചത്, തിരോധാനം അല്ലെങ്കിൽ മരണമാണോ അതോ അല്ലെങ്കിൽ കൊലപാതകമാണോ എന്നടക്കമുള്ള കാര്യത്തിലേക്ക് ആ കാര്യത്തിലേക്ക് പോകുന്നതിന്റെ ഭാഗമായിട്ടുള്ള നടപടികൾ സ്വീകരിക്കുവാൻ സാധിക്കുമെന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. നീലിമ, ഹൈക്കോടതി വളരെ കൃത്യമായ നിർദ്ദേശം പോലീസിന് നൽകിയിരിക്കുകയാണ്. തിരുവനന്തപുരത്തു നിന്നുള്ള വിവരങ്ങളാണ് പ്രശാന്ത് പങ്കുവച്ചത്.